ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും ഇവിടുന്ന് മാറാം. ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും എൻ്റെ മോൾ ഷൈനോടും ഹാപ്പി ആയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ മലയാളികളെമ്പാടും ഒനിലിനെ അറിയാം. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. എല്ലാവരും പ്രേക്ഷകരെ സപ്പോർട്ട് കാരണമാണ് ഇത്രയും ദിവസം നിന്നത്. പിന്നെ ഇവിടെ എന്തോ അതൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള കളി പുറത്തുനിന്ന്. അപ്പൊ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് അപ്പൊ ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പേര്, ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ മോൾ ഷൈനോടും ബിഗ് ബോസിനോടും ഏഷ്യാനോടും താങ്ക്സ് പറയുന്നു. ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നത് എനിക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു. 62 ഡേയ്സോളം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ആഴ്ചയിലും ലാലേട്ടനെ കാണാൻ പറ്റിയ ഭാഗ്യമുണ്ടായി. അങ്ങനെ പിന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. മലയാളി പ്രേക്ഷകരോട് നന്ദി മാത്രം പറയാനുള്ളൂ. ഈ ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ വന്നതിന് ശേഷം മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ഒരു ബിഗ് ബോസ് ലെജൻഡാണ്. കയറിയപ്പോൾ ഞാൻ FC ബോയ് ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു മാറ്റം എന്ന് പറയാൻ ഇനിയിപ്പോൾ ഞാനിവിടെ ഇറങ്ങിയിട്ട് ഇത്രയും പേരൊക്കെ ഇങ്ങനെ വന്നെ ആദ്യമായിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു മാറ്റം. ഒന്ന് ഞാൻ ഇത്രയും ദിവസം ആ വീട്ടിനകത്ത് നിന്നിട്ട് ഞാൻ പുറം ലോകം കിടന്നില്ല. ഒന്ന് വീട്ടുകാരെ പ്രൊഫൈൽ വരാൻ ചാൻസ് അയ്യോ അതൊക്കെ ഞാൻ ഏഷ്യൻ്റെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ കാണാം പ്ലീസ്. അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തോ ബിഗ് ബോസ് ഞാൻ ഭയങ്കര വലിയ ഫാനാണ്. അങ്ങനെ കയറി എനിക്കൊരു ആഗ്രഹം, എൻ്റെ സ്വപ്നമാണ് ഞാൻ സാക്ഷാത്കരിച്ചത്. അപ്പൊ ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ വേണ്ടി എല്ലാം ബിഗ് ബോസ് തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം. പ്ലീസ് എൻ്റെ അഭിലാഷ്. അപ്പൊ അവൻ ഇറങ്ങി അടുത്ത ആഴ്ച ഇറങ്ങാൻ പറ്റി. അതിന് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഞാൻ ഇനി അഭിലാഷിനെ പോയി കണ്ടോട്ടെ. ഒന്ന് വീട്ടുകാരെ കണ്ടോട്ടെ. ഇനി അവിടെ ബിഗ് ബോസിൽ ഡിസർവ് ആയിട്ട് എടുക്കുന്നതിലുണ്ടോ? എന്തോ അവിടെ എപ്പോഴും വോട്ട് നല്ല രീതിയിൽ കളിക്കാതെ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യമുണ്ടോ? നല്ല രീതിയിൽ കളിക്കാതെ നിൽക്കണം ആൾക്കാരാ. ഞാനും അഭിലാഷ് നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. അത് ഞങ്ങളുടെ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പോയ അഭിലാഷ് ഒന്ന് വിളിച്ചോട്ടെ. ഞാൻ ഫോൺ എന്റെ കയ്യിലില്ല. അപ്പൊ ഗ്യാപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ എന്നെ കിട്ടണ്ട. കമ്പനിക്കാരെ കണ്ടേ പടി ഒക്കെ പോയി. അനിയനാണ്. ഞാൻ അവൻ ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ നെവിൻ ജയിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുക. അല്ലെങ്കിൽ അനീഷ്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ ഓക്കെ. അപ്പൊ അതിനെപ്പറ്റി സംസാരിച്ചത് ഒരു ഇതായി തോന്നുന്നുണ്ടോ? ഇല്ല ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താണ് അതിന്റെ പേര്, ഒരു മരക്കഷ്ണമാണ്. എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാൻ താല്പര്യം ലക്ഷ്മിനെ പറ്റി. അല്ല അതൊന്നുമില്ല. കാര്യം ബാക്കി ഇന്റർവ്യൂ ഒക്കെ വണ്ടിക്ക് എല്ലാം അവിടെ നമുക്ക് അവിടെ ഗെയിം കളിക്കാനല്ലേ. ഗെയിമിന്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടായി അവിടെ തന്നെ ഇട്ടിട്ട് പോയിട്ട് കഴിഞ്ഞ് ഗെയിം കഴിഞ്ഞ് ഇനിയിപ്പോ ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് നമുക്ക് ഇനി പോയിട്ട് ഹോട്ട്സ്റ്റാറിൽ നിന്ന് കാണാം. അതന്നെ പരിപാടി. ഷാനവാസിന്റെ ഗെയിമാ. ഷാനവാസ്ക അവിടെ ആദ്യ ദിവസം അവസാനം വരെ പുള്ളി ഏഷ്യാനെറ്റിന്റെ പുത്രനല്ല. അപ്പൊ അവിടെ ഉണ്ടാവും പുള്ളി. ഹോംറൺ അനീഷ് നല്ലൊരു ടെംപ്ലേറ്റിൽ കളിക്കുന്ന ആളാണ്. അനീഷ് ആ ടെംപ്ലേറ്റ് പിടിച്ചേക്കണം. അപ്പൊ അതിൽ തന്നെ നിന്നോളും. അനീഷ് ഇനി എന്താ വിശേഷം? ഇനി കുറെ പരിപാടികളുണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ FC ബോയിൽ നോക്കിയാൽ മതി. ബാക്കി പരിപാടികളൊക്കെ പറയാൻ പറ്റും. ഒരാളെ പേര് ഞാൻ 3 പേരെ പേര് പറഞ്ഞു. എനിക്ക് ആഗ്രഹമുള്ള 3 പേര്: അനീഷ്, ആര്യൻ, അല്ല നെവിൻ. ഈ ഒരു 3 പേര് ആരെങ്കിലും കപ്പടിച്ചാൽ എനിക്ക് സന്തോഷം. അത്രേ ഉള്ളൂ. പിന്നെ അനുമോളായാലും ഇത്രേ ഉള്ളൂ. ആൾക്കാരുടെ ഗെയിം എങ്ങനെയാണെന്ന് എല്ലാവരും ഗെയിം ഫേവറിസത്തിന്റെ. അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ബിഗ് ബോസിന്റെ പാർട്ടി. ബിഗ് ബോസ് ഒരു നമുക്കൊരു ഫാദർ ഫിഗർ ആണ് ബിഗ് ബോസ്. അതായത് നമുക്കെപ്പോൾ ഒരു നല്ലൊരു എൻ്റെ ഒരു വിഷയത്തിലായാലും ബിഗ് ബോസ് ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും ബിഗ് ബോസ് ഫേവറിസം എന്ന് പറയാൻ എല്ലാവരും ഈക്വലാണ് ബിഗ് ബോസിന്. പിന്നെ പ്രേക്ഷകരുടെ വോട്ടാണല്ലോ, പ്രേക്ഷകരുടെ വിധി നമ്മൾ മാനിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ ഏഷ്യാനെറ്റിനോടും എൻ്റെ മോൾ ഷൈനോടും എന്തോ അതെ എൻ്റെ അച്ഛനാണ് ഇട്ടിരിക്കുന്നത്. അമ്മനൊന്ന് പോയി കണ്ടോട്ടെ ബ്രോ. താങ്ക് യു സോ മച്ച്. അമ്മനോട് പറഞ്ഞേക്കാട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ താങ്ക് യു.
XM channel, please subscribe and like.